എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം സ്വാഗതം നസ്രാക്ക സ്വാഗതം. സ്വാഗതം നസ്രാക്കയില് പോണ്ട്. അപ്പൊ ഞായറാഴ്ച ആയിട്ട് എല്ലാവരും ഉണ്ട് അവിടെ. സാനിട്ടപ്പോ കുറച്ച് അപ്പുറത്ത് താമസിക്കണം. ഇവിടെ ഇരിക്കലോ കഴിഞ്ഞു. സാനിന്റെ വീട് നമുക്ക് എന്റെ വീട് നമുക്ക് ഹോം ടൂർ ചെയ്യണ്ടോ ഒരു ദിവസം? ഞാൻ വരണ്ട കേട്ടോ. അപ്പൊ ഞായറാഴ്ച ദിവസം ഇങ്ങോട്ട് വരട്ടോ. പല്ല് കംപ്ലീറ്റ് പുഴുണ്ടായിട്ടുണ്ട്. കുട്ടികളൊക്കെ പോലെ ഹായ് മാത്രം പറയാൻ കിട്ടുള്ളൂ, പിന്നെ വിളിച്ചതല്ലേ. അപ്പൊ നമുക്ക് കൊറേ ആൾക്കാർ പറയുന്നില്ല നമ്മളെ പോയൊക്കെ നമുക്ക് പ്രധാനപ്പെട്ട സംഭവമാണ്. കൊണ്ടുവച്ച എങ്ങോട്ടാ പോയത്? ഞങ്ങോട്ടാ പോയത്? രണ്ട് ചെരുപ്പം എന്തിനാ പോയേക്കാ? എന്താ പറഞ്ഞു കൊടുക്ക് ഫസ്റ്റ്? അത് തുറന്നിട്ട് കാണിച്ചു കൊടുക്കാതെ മനസ്സിലായിട്ടുണ്ടാവും. ഇതിന്റെ ഉള്ളില് നമ്മള് കോഴി ഉണ്ടല്ലോ, മാനം എത്ര കുട്ടികൾ? രണ്ട് കുട്ടികളെ കാണണ്ടേ? ഇപ്പൊ മാനം കണ്ട വിരൂല എന്നൊക്കെ പറഞ്ഞല്ലേ? രണ്ടെണ്ണം വരില്ല, ഇനി ബാക്കി വിരിയാനായിട്ട് വിരിയുണ്ടാവും. ബാക്കിയേ കുറച്ച് മുഴുവനൊന്നും വരുന്നില്ലേക്ക് കുട്ടികളെ ഇല്ലേ കണ്ടില്ല. ഇത് മാനം കണ്ട വിരൂലൊക്കെ പറഞ്ഞേക്കട്ടെ കൊറേ ആൾക്കാരല്ലേ. അപ്പൊ വിരിഞ്ഞു 13 രണ്ടെണ്ണം കൊറേ ആൾക്കാര് പറഞ്ഞു. ആൾക്കാർ കമന്റ് ചെയ്തല്ലേ. പിന്നെ സ്ഥലം മാറിയാലും വിരിയാൻ പ്രയാസാണ്. പക്ഷെ നമ്മളങ്ങനെ വിശ്വസിച്ചത്. പക്ഷെ ഇത് ചിലപ്പോ മാനം കണ്ടിട്ടുണ്ടാവില്ല കയ്യിന്റെ അടിയിലായിട്ട്. മറ്റേ കൂടി വിരിയോ നോക്കട്ടെ നമുക്ക്. രണ്ടെണ്ണല്ലേ വിരിഞ്ഞിട്ടുള്ളൂ, അത് മാനം കണ്ടിട്ടുണ്ടാവില്ല. എന്താ അറിയില്ല, നോക്കാം നമുക്ക്. എന്തായാലും പൂതി വെച്ചിട്ട് രാവിലെയാണ് വിരിഞ്ഞത്. രണ്ടെണ്ണം വിരിഞ്ഞു. ഞങ്ങള് കുട്ടികളെ കണ്ടിട്ടില്ല, അതിനുള്ളിൽ നിന്ന് ഇങ്ങനെ കരയുന്ന സൗണ്ട് കേട്ടു. പിന്നെ ഉച്ചയപ്പോ കരച്ചില് കേക്കല്ല, അതും പോയോ വിചാരിച്ചു. എത്ര ഉണ്ടെങ്കിലും ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ അതിനെന്തെങ്കിലും കടിച്ചോണ്ടോ ഈ പ്രാവശ്യം നമുക്ക് ശ്രദ്ധിക്കണം. പിന്നെ പോയി ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് ഒന്ന്. അപ്പൊ ഞങ്ങൾ പറയാ നമ്മളെ പോലെ തന്നെ ഒരു കുട്ടിയും അവിടെ നിക്കൂട്ടോ. അപ്പൊ ഇന്ന് അതേപോലെ തന്നെ ഉച്ചയപ്പോ പിന്നെ കരച്ചിലൊന്നും കേൾക്കാനില്ല. പിന്നെ ഇപ്പൊ ആ കുട്ടി തള്ളേന്റെ അടുത്ത് ഒരു പി കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ കൊറേ ദിവസത്തിന് ശേഷം ഞാൻ വീഡിയോയിൽ വരില്ല. മടി, ഭയങ്കര മടി. ഓരോരുത്തരോന്ന് പറയണ്ടേ. ഒരാള് കമന്റ് ചെയ്തു, ഒരാളെ കുറച്ച് ആൾക്കാർ പറഞ്ഞല്ലേ പണിയെടുത്ത് ജയിച്ചൂടെ എന്ന് ചോദിച്ചപ്പോ വീട്ടില് വരാൻ ഭയങ്കര മടി. ഇതൊരു പണിയാണ്. ഇപ്പൊ നമുക്ക് ഒരൊഴിവില്ല. ഇനി പോവും പണിക്ക്. ഇപ്പൊ അറിയാലോ അമ്മേന്റെ അസുഖമായിട്ട് നമ്മള് റബ്ബർ വെട്ടൊക്കെ നിർത്തിച്ചു. ഇനിയിപ്പോ എല്ലാരും മൊത്തത്തില് എവിടെ റബ്ബർ വെട്ടൂല. അപ്പൊ ഇനി കിട്ടിയിട്ടില്ല, അന്വേഷിക്കുന്നുണ്ട്. അതെ, അമ്മേന്റെ അസുഖമായിട്ട് മാത്രല്ല നിർത്തിയത്. ഈ സമയം വന്നാ പൊതുവെ പണി നിർത്തണ്ട, റബ്ബർ വെട്ടേണ്ടത് അങ്ങനെയാണല്ലോ. ആൾക്കാരാ ചിലപ്പോ പറഞ്ഞ കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കാണലില്ല. ശരിക്കും വരാനായിട്ടൊരു ഇതുണ്ടെന്ന് ഹായ് പറയാനും ഞാൻ നിക്കലില്ല. അപ്പൊ എന്താ സ്പെഷ്യൽ? ക്യാമറ പിടിച്ചിരിക്കണ കരുതേ ഇത് ഏതൊരു നേരം ഇപ്പൊ അങ്ങനെ പറഞ്ഞത് ഈ പെണ്ണിന്റെ പിന്നെ ഇത് വേറെ രസമുണ്ട്. ഇതിപ്പോ നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ ഇതിപ്പോ ഞങ്ങളെ മാക്സി കച്ചവടം കുറച്ചൊക്കെ നമ്മള് ആൾക്കാരെ വീഡിയോ കോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ മറ്റേ ഇതിൽ നമ്മള് സ്റ്റോറി എടുത്തപ്പോ എത്ര സമയം വേണം? കഥ എഴുതണം, എടുക്കണം. പിന്നെ അമ്മയ്ക്കൊക്കെ അത് ഷോർട്ട് അഭിനയിക്കണമെങ്കിൽ അമ്മയ്ക്കൊക്കെ കുറേ നേരം പറഞ്ഞു തന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മുഖത്തോട് മുഖം നോക്കി പറയാൻ ഭയങ്കര ഒരു എന്താ പോലെ അല്ലേ. അപ്പൊ അതൊക്കെ എത്രകാലം സമയം പിടിക്കും. കഥ എഴുതണം, അത് ഇതാക്കണം, എഡിറ്റ് ചെയ്യണം. എത്രകാലം രാവിലെ തൊട്ട് തുടങ്ങി. അതൊരു പണി തന്നെയാണ്. എല്ലാ കാര്യങ്ങളും നടക്കണില്ലേ. എല്ലാ പണിക്കും അതേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ മൊത്തം യൂട്യൂബർമാര് ഫേസ് ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെ. പക്ഷെ ഇത് നമ്മൾ ഫുൾ ടൈം ഒരു വ്ലോഗ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ പിന്നാലെ നടക്കല്ല. നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിത് നിൽക്കുന്നത്. ഇതിന് കൂടുതൽ സമയമൊന്നും വേണ്ട. നമ്മള് ക്യാമറ ഇങ്ങനെ പിടിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും വേറെ പണിയൊന്നുമില്ലേ, ഇപ്പോൾ ഇതിന്റെ പിന്നാലെയാണോ ക്യാമറയും പിടിച്ചോണ്ട്. ഇതിനിപ്പോ കുറച്ച് സമയം പോരെ. പിന്നെ ആദ്യം ഒക്കെ പറഞ്ഞപ്പോ ഇപ്പൊ പിന്നെ റബ്ബർ വെട്ടില്ലാന്ന് കൂട്ടാ. അന്നൊക്കെ റബ്ബർ വെട്ടി പുലർച്ചെ പോയിട്ട് റബ്ബർ വെട്ടി 10-11 മണിക്ക് റബ്ബർ വെട്ടി ഷീറ്റ് പാലെടുത്ത് ഷീറ്റ് അടിച്ച് വന്നിട്ട് കുളിച്ചതാക്കി എന്തോ ഒരു റിസ്ക് ആയിരുന്നു. എന്നിട്ട് വേഗം കമന്റ് വരും പണിക്ക് പോയിക്കൂടായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇടങ്ങേറുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്തോ ഒരു റിസ്ക് ആണ്.
അപ്പോൾ അത് നമുക്ക് പിന്നെ പറയാം. നമ്മളെ ജോലിയും കാര്യമൊക്കെ നമ്മൾ വിശേഷത്തിൽ രാവിലെ പോകുമ്പോൾ എന്നും ചെയ്ത് കാണിച്ചു തരണ്ടേ. റെഡി ആയിട്ടില്ല, റെഡി ആകുമ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു സ്പെഷ്യൽ ഉണ്ടാക്കണം. എന്താ അമ്മ? അമ്മ അപ്പോൾ ഒരു പിന്നെ പുതിയതായിട്ട് പണ്ടേ ഉള്ളതാട്ടോ. ഒരു ചക്ക കൊണ്ട് നമ്മളൊരു ഈ ചക്ക അല്ലാതെ ഒരു സാധനം ഇല്ല കേട്ടോ. ഫുള്ള് ചക്ക ചക്ക ചക്ക. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് ചക്കക്ക് കുറച്ച് കുറവുണ്ട്. പക്ഷെ നമ്മൾക്ക് ചക്ക കൂട്ടാൻ നമ്മളടുത്ത് ഇന്നുണ്ട്. ഇന്നലെ ചക്ക കൂട്ടാനുണ്ട്, മിനിഞ്ഞാന്നും ചക്ക കൂട്ടാനുണ്ട്. ഇനിയിപ്പൊ ഇന്ന് ചക്ക കൂട്ടാനും ചായയും കുടിക്കല്ലേ ഞാൻ പറഞ്ഞപ്പോ അതിന് സമ്മതിച്ചിട്ടില്ല. അതിന് ഉച്ചക്ക് നമുക്ക് ചക്ക ഉണ്ട്, ആകെ വയറ് നിറച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഉച്ചക്ക് ചക്ക, അത് ഇനി ചക്കപ്പേരി, ഇനിയിപ്പോ എന്താണ് ചക്കയാണ്. അപ്പൊ ഞൊക്കെ പാടെ ചക്ക കൊണ്ടൊരു കളി വേണ്ട വിചാരിച്ചിട്ട് ഇനിയിപ്പൊ ചക്ക. അപ്പൊ അതുകൊണ്ട് 4 മണിക്കൊരു കടിയാവും. അത് എല്ലാവർക്കും ഒന്നും അറിയൂല സാധനം. അപ്പൊ അത് കാട്ടിയും തരാന്നൊക്കെ വിചാരിച്ചിട്ട് അതാണ് ഉണ്ടാക്കണത്. അപ്പൊ നമ്മളെ ചക്ക ആദ്യം ഇങ്ങനെ വരട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എപ്പോഴത്തെ ഒരു കൊല്ലോ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അത് വരട്ടി നെയ്യിൽ അങ്ങനെ പഴുത്ത ചക്ക, വരിക്ക ചക്ക കുറേ നമുക്ക് ചക്കയൊക്കെ കിട്ടുമ്പോൾ വെറുതെ ചീഞ്ഞ് കളയാനാക്കാതെ അതിങ്ങനെ ചുളെടുത്തിട്ട് അരിഞ്ഞിട്ട് നെയ്യിൽ നല്ലോണം ചട്ടിയിൽ വേവിക്കുക. അപ്പോൾ അതൊരു കറുത്ത കളറാവും. എന്നിട്ട് അത് നല്ലൊരു ഉണങ്ങിയ പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ സാധാ അടുക്കളയിലൊക്കെ എടുക്കണ ഇതിലാക്കിയിട്ട് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 1 വർഷമോ 1.5 വർഷമൊക്കെ നമുക്ക് ഇങ്ങനെ അറ്റി വെച്ചാൽ വേണ്ട ആവശ്യത്തിന് ഇങ്ങനെ കുറച്ചെടുത്തിട്ട് പായസോ അപ്പോ പറഞ്ഞു കൊടുക്കട്ടെ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കാണ് കേട്ടോ. അപ്പൊ കരുതരാം. അപ്പൊ അത് ഉണ്ടാക്കണ മെയിൻ ആൾ അമ്മ തന്നെയാണ് കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ അങ്ങോട്ട് നിച്ചല്ല, ഞാൻ അതിൻ്റെ അങ്ങനെ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഇല വേണം, വാഴേൻ്റെ ഇല, അത് വാട്ടണം. ശർക്കരേൻ്റെ ഇതാക്കി വെച്ചിട്ടുണ്ട്, ശർക്കര വെള്ളം അതൊക്കെ ആക്കി. പിന്നെ നമ്മള് മാക്സിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ സൺഡേ മൺഡേ മാക്സി നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട്. ഈ മാക്സിന്റെ പേര് സൺഡേ മൺഡേ ആണ്. ഞങ്ങളതിൽ കാണിക്കില്ല കാരണം എല്ലാവർക്കും ബോറടിക്കും. അപ്പോൾ നമ്മള് ഷോർട്ട് ഇടയ്ക്കിടലുണ്ട്. ഇനി ഷോർട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ആക്കുകയാണ്. കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അതുകൊണ്ട് പറയാതെ നിൽക്കുന്നു. പിന്നെ ഷോൾ നെറ്റി വന്നിട്ടുണ്ട്. ടോപ്പ് എന്താ കുർത്തി ടോപ്പ് എന്താ പേരിക്കല്ല, പുതിയ മോഡല് ഷാൾ പാന്റും ഈ ടോപ്പും ഷാളും വരുന്ന അങ്ങനത്തെ. പിന്നെ നമ്മുടെ റേറ്റ് കൂടിയുള്ളതാണ്. ഇപ്പോൾ 1000 ചില്ലാൻ്റെ ഒക്കെ മുകളിലാണ്. അപ്പോൾ അതിൻ്റെ കുറഞ്ഞത് വാങ്ങിച്ചാലും കൊടുന്നേരം കുഴപ്പമില്ല. ആ സാധനത്തിന് 350 കിട്ടുന്ന സാധനം ഉണ്ട്, അത് വേണമെങ്കിൽ നമ്മൾ കൊടുന്നേരും. പക്ഷെ ഇത് നമ്മൾ നല്ല കടയിൽ, വലിയ കടയിലൊക്കെ വെക്കുന്ന സാധനമാണ്. നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ നമ്മളെ നല്ല സാധനം കൊടുക്കണുള്ളൂ. നമ്മൾ എന്താ വെച്ചാൽ പറ്റിക്കപ്പെടരുത്. എന്തെങ്കിലും കളർ പോയാൽ നമ്മളെ വീഡിയോയിൽ കമൻറ്റ് തരും. അതുകൊണ്ട് നമ്മൾ ലോക്കൽ കൊടുക്കണില്ല. അത്രേ ഉള്ളൂ. ഞാൻ അതിനെപ്പറ്റി പറയണില്ല. അപ്പൊ നമുക്ക് ഇല വേണം. ഇല അടക്കി എടുക്കണ പോലെ മുറിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വലുതാക്കി വേണം, നല്ല മടക്കിയിട്ട് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ മറന്നുപോയി. കുറച്ച് നമ്മൾ പഴയ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ അത് വാട്ടണം. ഇവിടുന്ന് എടുത്താൽ മതിയല്ലോ. അത് ഒട്ടി പൊട്ടിയില്ല നായനെ പിടിച്ചപ്പോ. ഇതിന്റെ പേരെന്താ ചേച്ചി? സ്കൂളിലേക്ക് പോയെന്നൊക്കെ പറിച്ചു തിന്നേനെ. പക്ഷെ അത് ആയിട്ടില്ലല്ലേ, അതിന്റെ ചെറിയ കുരായിട്ടുള്ളൂ, മൂത്തിട്ടില്ല. മുറിച്ചെടുത്തല്ല. ഇവിടെ ഇട്ടളാ കീറോഞ്ഞാട്ട മതി. മതി മതി. എത്ര ഉണ്ടാക്കണ്ടമ്മ? കുറച്ചുണ്ടാക്കണുള്ളൂ. ഇത് ഇല വാട്ടാൻ വേണ്ടിട്ട് ചൂടുവെള്ളം മതിന്ന്. മറ്റേത് നമ്മള് അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് വാട്ടിക്കൂടാ? അങ്ങനെയും ചെയ്യാം. അമ്മ പറഞ്ഞു ഇങ്ങനെയാണ് വാട്ടണത്. വാട്ടിയാല് ഇല അല്ലെങ്കിൽ പൊടിയൊക്കെ ഉണ്ടാവും. പിന്നെ അത് കൊണ്ട് പിന്നെ കഴുകണം. ഈ ഇലപ്പൊ കഴുകിയോ? ഇത് വേറെ മോഡല് അല്ല, ഇല കഴുകിയോ? ഇല്ല.
ഞാൻ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഇല വാട്ടണേ. അങ്ങനെ വാട്ടിയാൽ നല്ല, അല്ലെങ്കിൽ ചളിയാവൂല. അമ്മ തോലെ വെറുതെ ചിന്തിരിക്കല്ലേ? അല്ല, അത് കട്ടാനുള്ള അതൊക്കെ അറിയാം, കട്ടാൻ അങ്ങനെയാണ്. പക്ഷെ ഈ പരിപാടി ഞാൻ ആദ്യമായിട്ടാ. അതെനിക്ക് നമ്മളാ വരത്ത് ഉള്ളിൽ വെച്ചിട്ടേ വാട്ടിയെന്ന്. അങ്ങനെ പറയും. ഇതിപ്പോ ഈ ഭാഗമാകുമ്പോ കൈ കൊള്ളൂലേ? എന്താ അരിപ്പൊടി. പിന്നെ നമുക്ക് ചക്ക വരട്ടിയ ചക്ക, വരട്ടിയ ചക്ക, വരട്ടിയ ചക്ക. പിന്നെ ഏലക്കായന്റെ കുരുക്കെ ഇങ്ങനെ കരടുണ്ട്. അങ്ങനെ ഇതും കൂട്ടിയിട്ട് ആദ്യം ഒന്ന് അതിട്ട് നാളികേരക്കൊത്ത്. പിന്നെ നമുക്ക് ശർക്കര ഒരുക്കിയത് കൂട്ടി വയ്ക്കാം. ഒഴിക്കണം. ഇത് ചൂടുണ്ട്. പാകത്തെ ചൂടാ ഒഴിച്ച് അയച്ചത്. അപ്പോൾ ശർക്കര ഉരുക്കിയത്, അരിപ്പൊടി, ചക്ക വരട്ടിയത്, നാളികേരക്കൊത്ത്, ഏലക്കായ, ശർക്കര ഉരുക്കിയത്. അപ്പം എല്ലാവരുടെയും കൂട്ടിയൊന്ന് ഇളക്കട്ടെ. ചർച്ചഞ്ഞും കഴിഞ്ഞില്ല. എങ്ങനെ ആവിക്ക് വെക്കും അതാണ്. മറ്റത് കുക്കറിലാണെങ്കിൽ പറ്റിയതോ. ചോറ് ചെമ്പിൽ വെക്കാം. അപ്പോൾ നമുക്ക് റെഡി കഴിഞ്ഞ് ഇല വാട്ടിയെടുക്കണം. ഇല വാട്ടിണ്ടമ്മ. ഇല വാട്ടി ഇങ്ങനെ മടക്കിയിട്ട് പൊടിയണം. നേരെ നടുമടക്കണം. എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നടുക്ക് മാവ് വയ്ക്കണം. ഒഴിക്കണയോ? ആയിട്ടില്ല. ഇത് ശരിയാക്കി ഇത് കുമ്പളാക്കിയിട്ടേ. അതാണ് കുമ്പളപ്പം അല്ല, ചക്കല്ല. ഇതിങ്ങനെ മടക്കി പിടിച്ചിരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചക്കപ്പല്ല, കുമ്പളപ്പം. ഇങ്ങനെ കുമ്പളാക്കി. കുമ്പളയില്ലേ? കുമ്പളാക്ക എങ്ങനെ കുമ്പളാക്ക? അമ്മക്ക് കൺഫ്യൂഷൻ. ഇതിൻ്റെ ഇടയിൽ മാവ് വയ്ക്കണം. അതല്ല, അപ്പൊ ഓട്ടത്തെ നടൂല് ഇങ്ങനെ ആക്കിയാൽ ഇത് ഓട്ടയാവില്ലേ? ഇത് കൂടെ ഒഴിച്ചത് വേണ്ട. അപ്പോൾ കുമ്പളാവില്ല. അപ്പൊ കുമ്പളാവില്ല. കുമ്പളാവണം. തന്ന ഒഴിച്ച അങ്ങനെ ഒഴിച്ച ഇങ്ങനെയാണ്. ഒഴിച്ച എനിക്ക് മാവ് ഒഴിച്ചിക്ക് കണ്ണാണില്ലല്ലോ. അമ്മ ഒഴിച്ചതിന്റെ കൈമ്മ കൂടെ ഒക്കെ ഉണ്ടാവും. ചെറിയ സ്പൂൺ എടുക്കുന്ന അത് കുറച്ച് വലുത്. ഇതാണോ സാധനം? ഇങ്ങനെ കഴിച്ചേക്കാം. ഇങ്ങനെ കുറച്ചുകൂടി ആവല്ലേ? മതി. വലിയതാവും. കുമ്പളപ്പായി. അതിന് ആ പാത്രം വെക്കണം. അതിൻ്റെ മുളയ്ക്കണം. അപ്പോൾ തൽക്കാലം ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ കേട്ടോ. ചാരി ഇങ്ങനെ ഇത് വെക്കാനുള്ള പാത്രം കൊടുക്കാം. ഇത് അമ്മ കയറോടെ. രണ്ടാൾ വേണമല്ലേ ഈ പണിക്ക്? രണ്ടാൾ വേണം. തിന്നണൊക്കെ കുറച്ച് പണിയാ. ഇതാണ് കുമ്പളപ്പം. എണ്ണപ്പൊരി പറയും, കുമ്പളപ്പം എന്ന് പറയും.
അപ്പോൾ ഇത് നമ്മൾ ആവിയിൽ വേവിക്കും. ആ പാത്രം വെച്ചിട്ട് എന്താ അങ്ങോട്ട് വാ. 4 ആൾക്ക് വരുമല്ലേ? 4 ഏറുണ്ട്. എണ്ണസംഖ്യ കൂടുതലാ. 1 2 3 4 5 6 ഉണ്ട്. റെഡി. എത്ര സമയം എടുക്കും അറിയില്ല. ഇത് ചെറിയ പണി ഉണ്ട്. ഇതൊന്ന് കഴിക്കണ്ടേ നമുക്ക്? വണ്ടി നാളെ പോകണല്ലേ? ഞാനോ ഇപ്പൊ കുറച്ച് സൈഡ് ഒന്നത് യാത്ര തന്നെ കേട്ടോ. അതുകൊണ്ട് നമ്മള് പോണത് നമ്മള് കാണിക്കലില്ല. നാളെയും യാത്ര. കുറച്ച് ദിവസമായിട്ട് നമുക്ക് യാത്ര ഹോസ്പിറ്റല് പറയണില്ല അല്ലേ? അപ്പൊ ആദ്യമായിട്ടാണ് നമ്മള് ഷിജിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് പറയാതെക്കണത് അല്ലേ? ചെറിയൊരു വിഷയമുണ്ട്, ചെക്കപ്പിന് ഉണ്ടല്ലേ? അത് പറയണ്ടേ? കാരണം ഹോസ്പിറ്റലിൽ വരാണ്ട് ഞാൻ അതൊന്നും പറയണ്ട എഴുതിയിട്ടാണ്. പറഞ്ഞത് നമ്മളോട് മഞ്ചേരിന്നൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ട് പറയാണ്, നാളെ മഞ്ചേരിയില് കൊരപ്പേര് ചെക്കപ്പ് ഉണ്ട്. അപ്പൊ തലേന്റെ ഇപ്പൊ വേറെ പ്രശ്നം കൂടി വന്നിട്ടുണ്ട്. ചെക്കപ്പാടെ ഒപ്പായിട്ട് ഞങ്ങക്ക് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ വീഡിയോ ഒരു ദിവസം അപ്ലോഡ് ആവാൻ വൈകി. പിന്നെ ഒന്ന് നമുക്ക് എന്താ വെച്ചാൽ മാനസിക ടെൻഷൻ ആയിട്ട് നമ്മള് വീഡിയോ ഇട്ടിട്ടില്ല. ഒന്നും ഇടണ്ടെന്നൊക്കെ എഴുതിയാണ്. പക്ഷെ നമ്മളെ ഒന്നും പറയാക്കൂടൊക്കെ പറയണ്ടല്ലേ? അപ്പൊ നമുക്ക് നാളെ യാത്ര തന്നെയാണ്. മഞ്ചേരി പോണം. അവിടെ നിന്നിട്ട് ഏരത്തിമേലെ വീട്ടിൽ പോവാണ്ട് കൊണ്ടോട്ടി. അപ്പൊ എല്ലാം ഒരു ഇതാണ്. ടെൻഷനിലൂടെ ഇങ്ങനെ കടന്നു പോകണം. പിന്നെ മറ്റന്നാൾ വീണ്ടും അമ്മേനെ കൊണ്ടുപോകേണ്ട ദിവസമാണ്. അപ്പോൾ അങ്ങനെ മറ്റന്നാളും ടെൻഷൻ്റെ ദിവസം തന്നെയാണ്. മറ്റന്നാൾ അതിൻ്റെ അടുത്തേനും എല്ലാം നടക്കും. അപ്പൊ നമ്മളെ കുമ്പളപ്പാവട്ടെ കേട്ടോ. കാരണം എന്നും ആൾക്കാർക്ക് ഹോസ്പിറ്റൽ കേസ് നമ്മളത് കേട്ട് നമുക്ക് ഒരുപാട് കാലമായിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസ് തന്നെ പറയണ്ടായത് വർഷങ്ങള്. അത് കുഴപ്പമില്ല. പണ്ടേ തൊട്ട് നമ്മളെ വിശേഷം കാണുന്ന ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ടാണ് ഇതാവുന്നത്. അപ്പൊ നമ്മൾ ഇനി ടെൻഷൻ എടുപ്പിക്കില്ല ആരെയും. വണ്ടിയൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ കാട്ടണം. എനിക്ക് ഉറപ്പുണ്ടേ നിങ്ങൾ അതന്നെയാവും പറയാന്ന്. വണ്ടിയേക്കാൻ പറഞ്ഞിട്ട് ചായ കുടിക്കണെന്ന്. വണ്ടി എങ്ങനെന്നുണ്ടെങ്കിൽ കുറച്ച് എനർജി വേണ്ടേ? അപ്പൊ ചായ കുടിച്ചിട്ട് തുടങ്ങാൻ വിചാരിച്ചിട്ടാ. ചക്കക്കൂട്ടാന് ഇത്രയും വലിയ പ്ലേറ്റില് ഞാൻ ഇത്രയും ചക്കക്കൂട്ടാൻ തിന്നല്ല കേട്ടോ. ഇത് ഉച്ചക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഈ വലിയ പാത്രത്തിൽ വിളമ്പിയത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ബാക്കി വന്ന ചക്കക്കൂട്ടാനോട് അടച്ചു വെച്ചിരുന്നു. അത് ഞാൻ കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ശർക്കര ഇട്ട ചായ ഉണ്ടായിരുന്നു. ഇതൊക്കെ അപ്പൊ അമ്മേനെ ചായക്ക് വിളിച്ചപ്പോ അമ്മ അതിലേട് പോയി. അമ്മേനെ കാണാല. അപ്പൂസും വരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എന്നെ കുടിക്കാന്ന്. എന്തായാലും അത് കുമ്പളപ്പാവണല്ലേ? സമയം വരെ വെറുതെ വേസ്റ്റ് ഒക്കെ ഉണ്ടാ വിചാരിച്ചിട്ടാ. ഒന്ന് നമുക്കെടുത്ത് തുറന്നു നോക്കട്ടാ. കണ്ടിട്ട് സംഭവം അയച്ചിട്ടുണ്ട്. നല്ല കട്ടാണ്. കത്തി കൊണ്ട് കിട്ടണം. അങ്ങോട്ട് ഊരിട്ടാൽ ചൂടുണ്ട്. ഇതാണ് നമ്മളെ കുമ്പളപ്പം. ഒരുണ്ട പൊതി എണ്ണപ്പൊതി. ചൂടാറുന്ന കഴിച്ച് കാണിച്ചു തരാൻ പറ്റില്ല. അങ്ങോട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ. ടേസ്റ്റിന്റെ ചൂടാറണം. നാളേക്കാണ് അധികം ടേസ്റ്റ് കൂടെ. അങ്ങനെ രസം കേട്ടോ സംഭവം. ചക്കക്കണ്ണി ഉണ്ടാക്കി നോക്കി. ചക്ക ഉണ്ടാക്കി നോക്കി. ഇപ്പോൾ ചക്ക കിട്ടി ഉണ്ടായി തുടങ്ങണുള്ളൂ, പഴുക്കൽ തുടങ്ങണുള്ളൂ. അപ്പം നമുക്ക് ആദ്യം കിട്ടിയത് കൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയതാണ്. അപ്പം ഇനി ഇവിടുന്നാണ്ട് പഴുത്ത ചക്ക ഉണ്ടാവും. എല്ലാവരും ഉണ്ടാക്കിക്കോളെ. കുറേ കാലം ഉണ്ടാക്കാം. ഒരു കഷ്ണം ചക്ക തന്നെ കുറേ ഉണ്ടാക്കാം. കുറച്ച് അരിപ്പൊടി ഒരു 4-5 എണ്ണം കുറച്ച് അളവുകളിലോട്ട് ഒരു 4 എണ്ണമൊക്കെ ഉണ്ടാക്കിയാൽ ഓരോന്ന് പോരപ്പം. ഓരോന്ന് മതി. എന്നാ നാളെ കാണാം. ബൈ.